ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ, ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. ഹലോ. ഏതാനും മാസം മാത്രം ആയുസ്സുണ്ടായിരുന്ന ഒരു റവന്യൂ ഉത്തരവിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ളയിടിച്ച ഒരു കേസാണ്. ഒറ്റ വായനയിൽ നമുക്ക് പിടികിട്ടാത്ത സങ്കീർണതയുണ്ട് ഈ കേസ്. കേസ് വന്ന വഴിയിലൂടെ നമ്മളിനി കുറച്ചു ദൂരം സഞ്ചരിക്കും. ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്ന മട്ടിൽ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കുന്നു. ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി കൊള്ള നടക്കുന്നു, മരം മുറിച്ച് കടത്തുന്നു, ഉത്തരവ് പിൻവലിക്കുന്നു. ഈ 1964 പട്ടയഭൂമിയിൽ സ്വന്തമായി വെച്ചുപിടിപ്പിച്ച രാജകീയ മരങ്ങൾ എന്നറിയപ്പെടുന്ന 4 മരങ്ങളിൽ ചന്ദനം ഒഴികെയുള്ളവ വെട്ടാമോ എന്നതാണ് ചോദ്യം. രാജകീയ മരങ്ങൾ 4 ആണ്. ചന്ദനം അത് സംരക്ഷിത മരമാണ്. ഈട്ടി, തേക്ക്, യബിണി, ഈ 4 മരങ്ങളും പട്ടയത്തിന്റെ ഷെഡ്യൂളിലെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ സ്വയം കിളിച്ചു വന്നതോ നട്ടുവളർത്തിയതോ വൃക്ഷവില അടച്ച് സ്വന്തമാക്കിയതോ ആണെങ്കിൽ വെട്ടാമോ എന്നതാണ് ചോദ്യം. 2017 വരെ നോ എന്നായിരുന്നു ഉത്തരം. തുടർന്ന് 2017 ജൂലൈ മാസം 17-ാം തീയതി വിവാദ ഉത്തരവ് പിറക്കുന്നു. 621/2017 നമ്പർ റവന്യൂ ചട്ട ഭേദഗതി. 1964 പട്ടയഭൂമിയിലെ നട്ടമരം മുറിക്കാനുള്ള അനുമതി ഇതോടുകൂടി ആദ്യമായി 1964 ചട്ടം ഭേദഗതി ചെയ്ത് കർഷകർക്ക് നൽകുന്നു. പട്ടയത്തിന്റെ ഷെഡ്യൂളിൽപ്പെട്ട മരമടക്കം കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈട്ടുമരങ്ങൾക്ക് 5000 രൂപ കർഷകർക്ക് കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ മരം മുറിക്കൽ മാഫിയ കള്ളക്കടത്ത് നടത്തി. വിവാദമായതോടെ ഈ മാസം ആദ്യം ഈ ഉത്തരവുകൾ പിൻവലിച്ചു. ഇനി അറിയേണ്ടത് ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഈ കടത്തിന്റെ തിരക്കഥ ആരുടേതാണ് എന്ന ചോദ്യം. എന്നെ സംശയിക്കരുത്. ഈ മീശ വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും.